എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ വളരെ പ്രശസ്തമായ ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. ഫോർട്ട് കൊച്ചി ബീച്ചിലെ കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നത് ഫോർട്ട് കൊച്ചി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. സിറ്റിയുടെ പല ഭാഗത്തേക്കും ഇവിടെ നിന്ന് നമുക്ക് ബസ്സുകൾ ലഭിക്കും. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ജങ്കാറിൽ റോറോ സർവീസിൽ ഫോർട്ട് കൊച്ചിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് നേരെ പോയിട്ട് നമുക്ക് ആദ്യം പോകേണ്ടത് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. അപ്പോൾ നേരെയാണ് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ വാസ്കോ ഡ ഗാമ സ്ക്വയറും നേരെയാണ്. പിന്നെ അതുപോലെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്, സിറ്റി ബസ് സ്റ്റാൻഡ്, കൊച്ചി താലൂക്ക് ഓഫീസ്, നെഹ്റു പാർക്കൊക്കെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. പണ്ട് പോർച്ചുഗീസുകാരെ ഇവിടെ ഒരു കോട്ട പണിതിരുന്നു, ഇമ്മാനുവൽ കോട്ട എന്ന് പറഞ്ഞൊരു കോട്ട. ആ കോട്ട ഉള്ളത് കൊണ്ടായിരുന്നു ഇവിടെ ഫോർട്ട് കൊച്ചി എന്നൊരു പേര് വന്നത്. പിന്നീട് ഡച്ചുകാർ പിന്നെ വന്നു. ഡച്ചുകാർ വന്നിട്ട് 1663 വരെ ഡച്ചുകാരുടെ ഒരു അധീനതയിലായിരുന്നു ഇത്. അത് പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. പിന്നീട് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിലുള്ള പോരാട്ടം കാരണം ഈ കോട്ട നശിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കൊച്ചി ഫോർട്ട് കാണുവാൻ സാധിക്കില്ല. നമ്മുടെ ഈ ഒരു വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. നമുക്ക് നടന്നു പോകാമേ. നമ്മളെന്തായാലും നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് ഇവിടെ ഫോർട്ട് കൊച്ചിയും പരിസരവും ഒക്കെ കാണപ്പെടുന്നത്. അത് മിക്കവാറും ഉള്ളൊരു വീഡിയോ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് മനസ്സിലാവും. ഒരുപാട് വിദേശ സഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. കുട്ടികളടക്കം വീഡിയോ ചെയ്യുന്നവർ പറയുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി എന്നൊക്കെയാണ്. ഒരു പരിധി വരെ അതൊരു സത്യം തന്നെയാണ്. പറഞ്ഞത് തിരിച്ചെടുത്തേക്കുന്നു. വാഹനങ്ങൾക്ക് പ്രവേശനമൊന്നുമല്ല, വലിയ വാഹനങ്ങളൊന്നും വരില്ല. ബൈക്കുകളൊക്കെ കയറി ഇവിടെ വരും. പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. ഒരുപാട് ബൈക്കുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ബീച്ചിലോട്ട് പോയില്ല, ഇവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല തണൽ തന്നെ കേട്ടോ. ബീച്ചിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല വെയിലായിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ടൂടെ പോയി കുറച്ച് കാഴ്ചകൾ കാണാം. കച്ചവടക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ തൊപ്പി കച്ചവടമാണെന്ന് തോന്നുന്നു. എവിടെ നോക്കിയാലും തൊപ്പികളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാമേ. കച്ചവട സ്ഥാപനങ്ങളും വിദേശികളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഒരുപാട് വിദേശ സഞ്ചാരികളാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുന്നത്. ഫോർട്ട് കൊച്ചിക്ക് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും പലായനം ചെയ്ത ജൂതന്മാർ മുംബൈയിലും അതുപോലെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലുമാണ് അഭയം തേടിയത്. ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിൽ ജൂത സ്ട്രീറ്റും അതുപോലെ സിനഗോഗും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോക സഞ്ചാരിയായിരുന്ന വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്തതും നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ്. ആ വീഡിയോ ഒക്കെ ഇനിയും വരുന്നുണ്ട്. പണ്ട് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ബോട്ട്. ആ സമയത്ത് ഏകദേശം ഒരു മജന്തയും പിന്നെ ബ്ലൂവും കൂടെ കലർന്ന ഒരു കളറായിരുന്നു ഇതിന്. ഇപ്പോൾ കളറൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, പക്ഷെ ശബ്ദത്തിന് മാറ്റമൊന്നുമില്ല. നമ്മൾ ഓപ്പോസിറ്റ് ഒരുപാട് ചീന വലകൾ കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ചീന വലകളുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം മലിനമായി തന്നെ കിടക്കുവാണേ. കടലിലേക്ക് ഇട്ട് കൊടുക്കുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാറുണ്ട്. ഒരു പുതിയ സംഭവമല്ല. ഈ കാണുന്ന ഒരുപാട് ചൈനീസ് ഫിഷ് നെറ്റുകളുണ്ട്. നേരെ മുമ്പിൽ കാണുന്നത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് കാണുന്നത് അന്താരാഷ്ട്ര കപ്പൽച്ചാലാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലേക്ക് നോക്കി കഴിഞ്ഞാൽ ദൂരം നിന്ന് കപ്പലുകൾ വന്ന് അങ്ങോട്ട് പോകുന്നത് ഇതുവഴിയാണ്. വൈകിട്ടൊക്കെ ഈ പ്രദേശങ്ങളിൽ നല്ല തിരക്കാണ്. ഇപ്പം നമ്മൾ വന്ന സമയം ഉച്ച സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെയിലത്തൊന്നും ആൾക്കാർ ഇറങ്ങാതിരിക്കുന്നത്. എങ്കിലും ആൾക്കാരും കൂടുതൽ വരുന്നത് തൊട്ടപ്പുറത്തെ ഭാഗത്തേക്കാണ്. ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. നമുക്കിനി അപ്പുറത്തോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൂടെ കാണണം. അവിടെയാണ് ശരിക്കും പറഞ്ഞ ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാമേ.
കുട്ടികളെ കൊണ്ടൊക്കെയാണ് ഫോർട്ട് കൊച്ചി ബീച്ച് വരുന്നതെങ്കിൽ അത്യാവശ്യം പോക്കറ്റിൽ നിന്ന് പൈസ കാലിയാവും. കാരണം കുട്ടികൾക്കുള്ള ഒരുപാട് കളിപ്പാട്ടങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതുപോലെ സ്ത്രീകൾക്കുള്ള വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ വള, കമ്മൽ, അങ്ങനെ കുറേയേറെ ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് ലഭിക്കും. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ലഭിക്കും. പണ്ട് ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ബോയിലറുകൾ. നമ്മുടെ നിറമെന്ന സിനിമയിലൊക്കെ നമ്മൾ പാട്ടിൻ്റെ സീനിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇത് കാണാറുണ്ട്. തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണ്, എന്നാലും സംരക്ഷിക്കപ്പെട്ട് ആണിത് ഇപ്പോഴുള്ളത്. 1956 മുതലാണ് 20 വർഷക്കാലം കൊച്ചി ഡ്രൈഡോക്കിൽ ഉപയോഗിച്ചിരുന്ന ക്രെയിനുകളിൽ നിന്നുള്ളവയാണ് ഈ ബോയിലറുകളെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. നമ്മളപ്പോൾ വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഫോർട്ട് കൊച്ചിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കിട്ടുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളും ആൾക്കാരും ഒക്കെ വന്ന് റിലാക്സ് ചെയ്യുന്നത്. നമ്മളും എന്തായാലും കുറച്ചു നേരം അവിടെ പോയി ഇരിക്കുകയാണ്. ഇവിടെ ഒരു സായിപ്പ് ഫോട്ടോ എടുക്കുകയാണ്. ഇവിടെ വരുന്ന വിദേശികളൊക്കെ ഇങ്ങനെ കച്ചവടക്കാരുടെ ഫോട്ടോസുകൾ എടുക്കാറുണ്ട്. ഇവരുടെ ഒരു പതിവ് കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഒരുപാട് വിദേശികൾ, അല്ലെങ്കിൽ ഒരുപാട് ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, അങ്ങനെ ഒരുപാട് വിദേശികൾ പൂണ്ട് വിളയാടിയ സ്ഥലമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. ബീച്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വലിയ വലിയ മരങ്ങൾ കാണുവാൻ സാധിക്കും. നമ്മൾ ഫോർട്ട് കൊച്ചി എന്ന് കേട്ടിട്ടല്ലോ. ഇത് ഫോർട്ടിൻ്റെ ചില ഭാഗങ്ങളാണ്. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന യുദ്ധ സാമഗ്രികളാണിത്. ഇതൊക്കെ ഇന്ന് പൊളിഞ്ഞ മട്ടാണ്. ബ്രിട്ടീഷുകാരും ഡച്ചുകാരും നടത്തിയ യുദ്ധത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കോട്ട പൂർണ്ണമായി നശിച്ചത്. ഫോർട്ട് കൊച്ചിയിൽ ഫോർട്ട് ഉണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ്. ഇന്ന് ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ട് കാണുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഫോർട്ട് കൊച്ചി എന്തുകൊണ്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു. ഇമ്മാനുവൽ ഫോർട്ട് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കത്തുള്ളൂ. വളരെയേറെ വിദേശികൾ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ വന്ന് അർമാദിച്ച് പൂണ്ട് വിളയാടിയ സ്ഥലമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ വാക്വേയിൽ കൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണുന്നതാണ് നമ്മുടെ ഇമ്മാനുവൽ ഫോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഗണ്ണറിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലെ ഇതുപോലെ ഫോർട്ടിൻ്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമേ കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇന്നിപ്പോൾ ഒരു വെയിലൊന്നുമില്ല, ഒരു മൂടിക്കെട്ടിയ ഒരവസ്ഥയാണ്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു നിന്ന് ഫോർട്ട് കൊച്ചിയിലെ ഒരു ഭംഗി ആസ്വദിക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം പുരാതന ബിൽഡിങ്ങുകളാണ്. പുരാതന ശൈലിയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ എല്ലാം കാണുവാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം വിദേശികളൊക്കെ ഒരുപാട് വന്ന് താമസിച്ചിരുന്ന സെറ്റിൽമെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. ആ കെട്ടിടങ്ങളിലേക്ക് ഒരു ശൈലി അതുപോലെ നിലനിർത്തണമെന്ന് എന്തോ ഒരു നിയമമൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു വൈകുന്നേരമൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു സംഭവമേ അല്ല ഫോർട്ട് കൊച്ചി. ഫുൾ തിരക്കായിരിക്കും. ആളും അതുപോലെ തന്നെ സംഗീതവും ഒക്കെ ആയിട്ട് ആകെ ഒരു ഭയങ്കര ഉത്സവമേളം തന്നെയായിരിക്കും. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ കളറൊക്കെ മങ്ങിയൊരവസ്ഥയിലാണ്. ഒരുപാട് നാളായി ഇതൊക്കെ സ്ഥാപിച്ചിട്ട്. ഇവിടെ കണ്ടോ, ഈ മരം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് നല്ല ചുവന്ന റെഡ് കളർ ഇലയായിട്ട് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആലുകൾ രണ്ട് മൂന്ന് ആലുകളുണ്ട്. അതിങ്ങനെ നല്ല തണലാണ്, ഇവിടെ ഇരിക്കുന്നവർക്ക് നല്ല തണലാണ് നൽകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വരും.
അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങൾ വീണ്ടും നമുക്ക് തുടരുക. നമുക്ക് ഫോർട്ട് കൊച്ചിയിലെ മറ്റു കുറച്ച് കാഴ്ചകളിലൂടെ കാണാം. ഞങ്ങൾ അവിടെ നിന്ന് കാറിനാണ് വരുന്നതെങ്കിൽ നേരെ അവിടെ പാർക്ക് ചെയ്യാതെ നേരെ മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അതേ കാറിൽ പാർക്ക് ചെയ്തിട്ട് വാഹനങ്ങളിൽ ഇരുന്ന് തന്നെ ബീച്ച് ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വാഹനങ്ങളിൽ അങ്ങനെ വരുന്നവർ, 4 വീലറിൽ വരുന്നവർ നമ്മൾ വന്ന് നടന്ന് കയറി അതുവഴി കയറാതെ നേരെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ എത്തിച്ചേരും. ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രാവുകൾ. ആഹാ, ഇത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, എൻ്റെ കണ്ണിപ്പോൾ പോയേനെ. എന്തോ ഒന്ന് പറന്ന് കണ്ണിൻ്റെ നേരെ ഒരു വരവ്. നമ്മൾ അവിടെ നിന്നും ബീച്ചിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങുവാണ്. അയ്യോ, പ്രാവ് പറക്കാൻ തട്ടിട്ട് പേടി വന്നു തലയ്ക്ക് കീഴിൽ കൂടെ. ഒന്ന് പണി കിട്ടിയോണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നേ. ഞാൻ വിചാരിച്ചാൽ പ്രാവ് വന്ന് എൻ്റെ കണ്ണിൽ ഇടിച്ചെന്ന്. എന്തോ ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങില്ലെന്ന് മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എങ്കിലും ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം സേഫായ സ്ഥലമാണ്. ചില സമയത്ത് കടൽ ക്ഷോഭിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടും. എങ്കിലും അത്യാവശ്യം സെക്യൂരിറ്റിക്ക് ലൈഫ് ഗാർഡുകളും അങ്ങനെയുള്ള പോലീസിൻ്റെയൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് വിദേശികളാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ ഫോർട്ട് കൊച്ചിക്കുണ്ട്. ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആ കയറി വന്ന സ്ഥലത്ത് കുറച്ചെടുത്ത് കടലിൽ നിന്നുള്ള വേസ്റ്റ് കണ്ടല്ലാതെ അങ്ങോട്ട് ഇട്ട വേസ്റ്റ് തിരിച്ചടിച്ച് വെച്ചാണ്. അതപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം എല്ലാം നല്ല ക്ലീനാണ്. ക്ലീനായിട്ട് നീറ്റായിട്ട് തന്നെയാണ് സംരക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞതിൻ്റെ കൂട്ട് വിദേശികളൊക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ മോശമാണ്. പക്ഷേ ഫോർട്ട് കൊച്ചി അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് കിടക്കുന്നത്. അതിൽ തന്നെ പഴയ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരങ്ങളുണ്ട്. പിന്നെ അതുപോലെ നടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മരങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് തണലൊക്കെ ലഭിക്കുന്നതാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ജൂതന്മാരെ ഇവിടെ സെറ്റിലായിട്ടുണ്ടായിരുന്നു. ജൂത ടൗണും അതുപോലെ തന്നെ നമ്മുടെ സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ചുണ്ട്. വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്ത പള്ളി നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ്. പിന്നെ കൂനൻകുരിശ് സത്യം നടന്നത് അത് നമ്മുടെ മട്ടാഞ്ചേരി ഭാഗത്താണ്. ജൂയിഷ് ടൗണുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള കുറേയേറെ കാഴ്ചകൾ ഇനി നമ്മൾ കാണാനിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഡച്ച് സെമിത്തേരിയൊക്കെ ഇവിടെയുണ്ട്. ആ കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. അതെല്ലാം നമ്മുടെ വീഡിയോ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എത്തിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്തു തരുന്ന അല്ലെങ്കിൽ നമ്മളെ തുടരുന്ന സപ്പോർട്ട് നിങ്ങൾ വീണ്ടും തുടരുക. അപ്പോൾ നമുക്ക് ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നമ്മൾ വന്ന വഴിയിൽ തന്നെ തിരിച്ച് പുറമോട്ട് പോവുകയാണ്. ഇനി നമുക്ക് മറ്റു കുറച്ച് കാഴ്ചകളിലൂടെ എടുക്കണം. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ വരുന്നവർ തീർച്ചയായിട്ടും ഫോർട്ട് കൊച്ചി കൂടി ഒന്ന് സന്ദർശിക്കുക. ഇങ്ങോട്ട് വരാനുള്ള മാർഗ്ഗങ്ങളുടെയും വീഡിയോയും അതുപോലെ തന്നെ ഏതൊക്കെ ഓപ്ഷന് വരാം, എങ്ങനെ ചിലവ് കുറച്ച് വരാം, എന്തൊക്കെ കാണാനുണ്ട് കൊച്ചിയിൽ എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പണ്ടത്തെ വ്യാപാര കേന്ദ്രമൊക്കെ ആയിരുന്ന മുസിരിസ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ വലിയൊരു വെള്ളപ്പൊക്കത്തോടെ ആ ഭാഗമൊക്കെ നശിച്ചു പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കൊച്ചി ഒരു വ്യാപാര കേന്ദ്രമൊക്കെ ആയിട്ട് ഒരുപാട് വ്യാപാരങ്ങളൊക്കെ ആയിട്ട് കുറേയേറെ ആൾക്കാർ എത്തുന്നതുമൊക്കെ. കൊച്ചി എന്ന പേരിലൊരു സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ജപ്പാനിലും ഒരു കൊച്ചിയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.